ഹായ്, ഞാൻ കുറച്ച് ക്വാട്ട്സ് ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. തിങ്ക് ലൈക്ക് എ മോങ്ക് ബൈ ജയ് ഷെട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്കുകളെ കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് യു ഹാവ് ലോസ്റ്റ് യുവർ സെൽഫ് ഇൻ ദ റിലേഷൻഷിപ്പ്, ഫൈൻഡ് യുവർ സെൽഫ് ഇൻ ദ ഹാർട്ട് ബ്രേക്ക്. അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൽ നിങ്ങളെ കണ്ടെത്തണം. അതായത് നമ്മളെപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ ആണായാലും പെണ്ണായാലും, ഞാൻ പ്രത്യേകിച്ച് ജെൻഡർ ഒന്നും പറയുന്നില്ല, സോ ആണായാലും പെണ്ണായാലും ഒക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ചിലപ്പോൾ അവരല്ലാതെ മാറും, അവരുടെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും മാറ്റിവെക്കും. ചിലപ്പോൾ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് എനിക്കതല്ല ഇതാണ് ഇഷ്ടമെന്ന് പറയേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഒരു ഓൺ സ്പേസ് ഇല്ലാതെ വരും. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയണം, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൽ നിങ്ങളെ കണ്ടെത്തണം. ചിലപ്പോൾ ഹാർട്ട് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളല്ലേ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം അവർക്ക് മനസ്സിലാവും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതല്ല റിലേഷൻഷിപ്പ് എന്നൊക്കെ മനസ്സിലാവുന്നൊരു സ്റ്റേജിൽ, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണത്. ദെൻ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരുപാട് കോട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഉണ്ട്, when you have spent quality time with someone, when you have invested in someone, when you have given yourself to someone, it's so hard to let go. അതായത് ലെറ്റ് ഗോ എന്ന് പറയുമ്പം പൊതുവേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയും ഇറ്റ്സ് ക്വൈറ്റ് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഗോ ത്രൂ ചെയ്യുന്ന പെയിൻ ഇസ് സോ ഹാർഡ് അല്ലേ, എത്ര ഡിഫിക്കൽട്ടായിരിക്കും ഗോ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളൊരു ക്വാളിറ്റി ടൈം, ഏറ്റവും മനോഹരമായിട്ടുള്ള നിങ്ങളുടെ ടൈം ഒരാളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ എഫേർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അയാളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അയാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അയാളെ ലെറ്റ് ഗോ ചെയ്യാൻ. അപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്ഷിപ്പും അങ്ങനെ തന്നെയാണ്. ചില ഫ്രണ്ട്ഷിപ്പിലൊക്കെ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷേ റിട്ടേൺ കിട്ടണമെന്ന് പറയുന്നില്ല. പക്ഷെ ചിലൊരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്ര ബെറ്ററായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് മനസ്സിലാവുമ്പം ലെറ്റ് ഗോ ഒരു ഓപ്ഷൻ മാത്രമല്ല, ദാറ്റ് ബിക്കംസ് എ ഡിസിഷൻ, തീരുമാനമായി മാറും. പക്ഷേ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് ഭയങ്കര ഹാർഡാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ, എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ. അതായത് സ്പിരിച്വലി മെൻ്റലി ഒക്കെ ഭയങ്കര സ്ട്രോങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് നമ്മൾ 2 കോട്ടാണ് ഷെയർ ചെയ്തത്. സോ നെക്സ്റ്റ് ടൈം ഐ ഷെയർ യു സം മോർ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഇവിടെ ബുക്ക് റിവ്യൂസ് ഉണ്ട്, കോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളിടയ്ക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ലേറ്റസ്റ്റ് ട്രെൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.